ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ശ്രീ പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ്, ഇവിടെ ഇരിക്കുന്ന നമ്മുടെ എല്ലാവരും ആദരിക്കുന്ന ഉദ്ഘാടകൻ ഷാഹിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ, നമ്മൾക്ക് വേണ്ടി ഇത്ര എനർജി എടുത്ത് ഊർജ്ജയോട് പ്രസംഗിച്ച നമ്മുടെ CPI നേതാവും എൻ്റെ പാർലമെൻറ്റ് സഹപ്രവർത്തകനും ശ്രീ ബിനോയ് വിശ്വം, ശ്രീ ടി മുഹമ്മദ് ബഷീർ MP, ലോക്സഭയിൽ നമ്മൾ ഒരുമിച്ച് കുറേ വർഷങ്ങളായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു, ശ്രീ PK അബ്ദുൾ റബ്ബ്, ശ്രീ PMA സലാം, നമ്മളെല്ലാവരും നല്ല വാക്കോടെ സ്വാഗതം പറഞ്ഞു ശ്രീ സലാം, സയ്യിദ് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ, അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന കഴിഞ്ഞിട്ടാണ് ഞാൻ എത്തിയത്, പക്ഷേ അദ്ദേഹം ഇരുന്ന് സംസാരിക്കാൻ അവസരമുണ്ടായി, ശ്രീ രണ്ടത്താൻ, ഇവിടെ ഇരിക്കുന്ന വേദിയിൽ ഇരിക്കുന്ന എല്ലാ ബഹുമാന്യരെ സുഹൃത്തുക്കളെ, എൻ്റെ ഒപ്പം തിരുവനന്തപുരത്ത് അടുത്ത് പ്രവർത്തനം ചെയ്യുന്ന ശ്രീ ഭീമാപ്പള്ളി റഷീദ്, തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് ലീഗിൻ്റെ, ഇവിടെ ഇരിക്കുന്ന എല്ലാ സഹോദരിമാരെ എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. എന്താ ചെയ്യേണ്ടത്, നിൽക്കണില്ല, അങ്ങനെ ചെയ്തല്ലോ, പിടിച്ചുകൊണ്ടിരിക്കാം, പേടിക്കണ്ട. അതെയല്ലേ, ശരി. കുറച്ചൊക്കെ ഉയരം വേണമല്ലോ നമ്മൾക്ക് ഈ വെല്ലുവിളികൾ നേരിടാൻ. ഇത് മതി, ഞാൻ പിടിച്ച് സംസാരിക്കാം. എന്തായാലും സുഹൃത്തുക്കളെ, എനിക്കറിയാം നിങ്ങൾ പല പ്രഭാഷണങ്ങൾ കേട്ട് കഴിഞ്ഞു, അതുകൊണ്ട് പിന്നെ നമ്മൾ നിങ്ങളെ ദീർഘമായി വൈകിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ ഇന്ന് നമ്മൾ കൂടിയിരിക്കുന്നത് എൻ്റെ ഒരു നല്ലൊരു സുഹൃത്തിൻ്റെ ഓർമ്മയിലാണ്. 7 വർഷം മുമ്പ് പെട്ടെന്ന് പാർലമെൻറ്റിൽ അദ്ദേഹം അന്തരിച്ചു പോയി. ഞാൻ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ഇരിക്കുകയായിരുന്നു നമ്മളുടെ സെൻട്രൽ ഹാൾ. ശരിക്കും ഈറ്റിക്ക് ഓർമ്മയുണ്ടാവും, 2-3 വരി മുമ്പിൽ ഇരിക്കുമ്പോഴാണ് പെട്ടെന്ന് അദ്ദേഹം മോഹൻസിപ്പെട്ടിട്ട് അദ്ദേഹത്തെ ഉടനെ ആസ്പത്രിയിൽ പോയി കൊണ്ടുപോകേണ്ടി വന്ന്. എനിക്ക് അദ്ദേഹത്തിൻ്റെ മരണത്തെക്കുറിച്ചുള്ള ദുഃഖം ഒരു പഴയ ബന്ധമുണ്ടായിരുന്ന കാര്യമാണ്. ഞാൻ രാഷ്ട്രീയത്തിൽ വരുന്ന പല വർഷങ്ങൾ മുമ്പ് അദ്ദേഹം യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ വരുമ്പോൾ എന്നെ എപ്പോഴും വിളിക്കാറുണ്ടായിരുന്നു. ചിലപ്പോൾ ഐക്യരാജ്യസഭയിൽ തന്നെ നമ്മളുടെ ജനറൽ അസംബ്ലി ഡെലിഗേഷൻ്റെ ഒരു അംഗമായിട്ട് വരും. ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ മകൻ ആ കാലത്ത് സിയാറ്റിലായിരുന്നു, അദ്ദേഹത്തിനെ കാണാൻ വേണ്ടി വരും. പക്ഷെ അദ്ദേഹം എപ്പോഴും വിളിക്കും, എന്നെ കാണും. അങ്ങനെ ഞങ്ങൾ സ്ഥാപിച്ച ഒരു ഫ്രണ്ട്ഷിപ്പാണ്, ഒരു സഹോദര്യമാണ് ആ കാലം മുതൽക്ക് ഉണ്ടായിരുന്നത്. പിന്നെ ഞാൻ രാഷ്ട്രീയത്തിൽ വന്നപ്പോൾ അദ്ദേഹം എന്നെ സ്നേഹത്തോടെ സ്വീകരിച്ചു. ഞങ്ങൾ 2 പേരും ലോക്സഭയിലായിരുന്നു, അതുകൊണ്ട് എനിക്ക് അവിടെ അദ്ദേഹത്തെ കാണാനും പലതവണ സംസാരിക്കാനുള്ള അവസരങ്ങളുണ്ടായിരുന്നു. എല്ലാ വർഷവും അദ്ദേഹം ഈദ് ആഘോഷിക്കാൻ വലിയൊരു കൂട്ടായ്മ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെയ്യും. അങ്ങനെയാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളെയും പലതവണ എല്ലാ വർഷവും കാണാൻ സാധിച്ചതും ഓരോരോ വിഷയങ്ങളെക്കുറിച്ച് ഒരു റിലാക്സ്ഡ് അറ്റ്മോസ്ഫിയറിൽ ഇരുന്ന് സംസാരിക്കാനുള്ള അവസരം ഉണ്ടായത്. പക്ഷേ ഈ അഹമ്മദ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയായിരുന്നു. ഒരു ശത്രു ഇല്ലാത്ത ഒരു രാഷ്ട്രീയക്കാരെന്ന് പറയാൻ ബുദ്ധിമുട്ടാണ് ഈ രാഷ്ട്രീയ ലോകത്തിൽ. പക്ഷേ അദ്ദേഹം ശരിക്കും ആ ഡെഫിനേഷനിൽ പെട്ടുന്നൊരു വ്യക്തിയായിരുന്നു. ഒരിക്കലും ഒരു ശത്രുതയില്ല, എല്ലാവരെയും ഒരുമിച്ച് സ്നേഹിച്ച് സംസാരിച്ച് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. എല്ലാ കാര്യത്തിലും ആരെയും ഒരു പണക്കമില്ലാതെ, ആരെയും ആക്ഷേപിക്കാതെ നല്ല വാക്കുകൊണ്ട് അദ്ദേഹം സംസാരിച്ചിട്ട് കാര്യങ്ങൾ ചെയ്തു കൊടുക്കേണ്ടതായിരുന്നു. അതുകൊണ്ടായിരിക്കും 2004 തന്നെ നമ്മളുടെ സർക്കാർ, ശ്രീ ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ സർക്കാർ അദ്ദേഹത്തിനെ വിദേശകാര്യ സഹമന്ത്രിയാക്കിയത്. അദ്ദേഹത്തിൻ്റെ സംസാരിക്കുന്ന രീതി, അദ്ദേഹത്തിൻ്റെ ആൾക്കാരോടൊപ്പമുള്ള നല്ല ബന്ധം സ്ഥാപിക്കാനുള്ള കഴിവ്, അതൊക്കെ നമ്മളുടെ സർക്കാർ ഭാരതത്തിന് വേണ്ടി ഉപയോഗിക്കാൻ തീരുമാനിച്ചതിൽ എനിക്ക് ഒരു അതിശയം തോന്നിയില്ല. അദ്ദേഹം ഉടനെ ഇറങ്ങി പല വിഷയത്തിൽ ഇടപെട്ടു. അത് നമ്മുടെ മിഡിൽ ഈസ്റ്റ് ഏരിയ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങളിലും ഇസ്ലാമിക് രാജ്യങ്ങളിലും അദ്ദേഹം നേരിട്ട് പോയി. പക്ഷേ അദ്ദേഹം അവിടെ പോകുന്നത് ഒരു മുസ്ലിമായിട്ടല്ല, ഒരു ഭാരതീയനായിട്ടാണ്. അദ്ദേഹം ഈ രാജ്യത്തിന് വേണ്ടി സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ സ്വന്തം വ്യക്തിത്വത്തിൽ ഭാരതത്തിൻ്റെ എല്ലാ ഗുണവും അദ്ദേഹത്തിന് പ്രൊജക്റ്റ് ചെയ്യാൻ സാധിച്ചു. എല്ലാവരെയും ഒപ്പം ഉൾക്കൊള്ളുന്ന ഒരു രാഷ്ട്രീയം, എല്ലാവരൊപ്പം ജീവിക്കുന്ന ഈ കേരളം, അങ്ങനെയാണ് അദ്ദേഹം എല്ലാവരെയും സ്വാധീനിക്കാൻ സാധിച്ചതും ഭാരതത്തിന് വേണ്ടിയിട്ട്. അദ്ദേഹം മൊത്തത്തിൽ 10 വർഷം മന്ത്രാലയം, ഇടയിൽ ഞാൻ വന്നു ഒരു വർഷത്തിന്. ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ സ്ഥാനത്ത് ഞാൻ വന്നു. ഞാൻ പോയ ശേഷം അദ്ദേഹം തിരിച്ചു വരികയും ചെയ്തു. പക്ഷേ ഒരു വർഷം കഴിഞ്ഞ് ഞാൻ അദ്ദേഹം വെക്കേറ്റ് ചെയ്ത ഹ്യൂമൻ റിസോഴ്സസ് ഡെവലപ്മെൻറ്റ് മിനിസ്ട്രി, നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രാലയത്തിൽ ഞാൻ അദ്ദേഹത്തിൻ്റെ സ്ഥാനത്ത്. അപ്പോൾ 2 തവണ ഞങ്ങൾ തമ്മിൽ
വകുപ്പ് എക്സ്ചേഞ്ച് ചെയ്യുന്ന ഒരു അനുഭവം കൂടി ഉണ്ടായിരുന്നു. അതുമാത്രമല്ല, അദ്ദേഹത്തിന് ഭാരതത്തെക്കുറിച്ചുണ്ടായിരുന്ന സങ്കല്പം, നമ്മളുടെ രാജ്യത്തെക്കുറിച്ച് എങ്ങനെയാണ് ചിന്തിക്കേണ്ടതെന്നൊരു വിശ്വാസം, അത് നമ്മൾ രണ്ടാളും നല്ലോണം ചർച്ച ചെയ്ത് നല്ലോണം പങ്കെടുത്ത ഒരു കാര്യമാണ്. ഞങ്ങളുടെ ഇടയിൽ തർക്കം ഉണ്ടായിരുന്നില്ല. അദ്ദേഹം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ നാഷണൽ പ്രസിഡൻ്റ് ആയപ്പോൾ അവരുടെ ദേശീയ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ എന്നെ വിളിച്ചത് എനിക്ക് വലിയ ഹൃദയത്തിൽ തട്ടി. കാരണം അദ്ദേഹം പറഞ്ഞു, താങ്കളുടെ വിശ്വാസവും എൻ്റെ വിശ്വാസവും എന്താ വ്യത്യാസം, താങ്കൾ വന്ന് ഉദ്ഘാടനം ചെയ്യും പറഞ്ഞു. ഞാൻ ഡൽഹിയിൽ പിന്നെ അവർ അത്ര മലയാളികളുണ്ടായിരുന്നില്ല ആ സദസ്സിൽ. മറ്റേ സംസ്ഥാനങ്ങളുടെ ലീഗിൻ്റെ അംഗങ്ങളും ഭാരവാഹികളും എത്തിയിട്ട് ഒരു നല്ലൊരു ദേശീയ സമ്മേളനത്തിൽ ഉദ്ഘാടനം ചെയ്യാനുള്ള അനുഭവം അദ്ദേഹത്തിൻ്റെ അധ്യക്ഷ സ്ഥാനത്തിൽ എനിക്കുണ്ടായിട്ടുണ്ട്. ഞാനും അദ്ദേഹം എപ്പോഴും ഒരു കാര്യം പറയണത്, ജനങ്ങൾക്ക് 2-3 കാര്യം മനസ്സിലാക്കണം. ഒന്ന്, എന്താണ് ഈ രാജ്യത്തിനെ 1947 ഭിന്നിച്ചത് ഏത് വിഷയത്തിലായിരുന്നു? ആ ഒരേ സമയത്ത് അടുത്ത 2-3 വർഷത്തിനകത്ത് ജർമ്മനി ഈസ്റ്റ് ആൻഡ് വെസ്റ്റായി, കൊറിയ നോർത്ത് ആൻഡ് സൗത്തായി, വിയറ്റ്നാം നോർത്ത് ആൻഡ് സൗത്തായി, ഓരോരോ ഭാഗത്തിൽ ഒരു വിഭാജനം വന്നു. പക്ഷേ അതെന്തായിരുന്നു? അത് ഐഡിയോളജിൻ്റെ അടിസ്ഥാനത്തിൽ. ഒരു ഭാഗത്ത് കമ്മ്യൂണിസ്റ്റ് ആൾക്കാർ, മറ്റേ ഭാഗത്ത് ക്യാപിറ്റലിസമിൽ വിശ്വസിക്കുന്നവർ. ഭാരതത്തിൽ അതായിരുന്നില്ലല്ലോ പ്രശ്നം. 47 എന്തായിരുന്നു പ്രശ്നം? ചിലവർ പറഞ്ഞു അവരുടെ മതമാണ് അവരുടെ ദേശീയത, അവർ മതത്തിൽ അവരൊരു രാജ്യം സ്ഥാപിക്കും. നേരെ മറിച്ച് മറ്റേവരെല്ലാവരും പറഞ്ഞു, അല്ല, ഞങ്ങളുടെ സ്വതന്ത്ര സംഘർഷം എല്ലാവർക്കും വേണ്ടിയിട്ടാണ്, നമ്മളെല്ലാവർക്കും വേണ്ടിയിട്ടാണ് രാജ്യം സ്ഥാപിക്കാൻ പോണ്, എല്ലാവരും ഒരുമിച്ച് ജീവിക്കണം. അതാണ് നമ്മളുടെ IUML 1948 സ്ഥാപിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ്. നമ്മൾ മുസ്ലിമാണ്, പക്ഷെ നമ്മൾ ഭാരതീയരാണ്, രണ്ടും. ആ വിശ്വാസത്തിലാണ് IUMLൻ്റെ രാഷ്ട്രീയവും ഭാരതത്തിൻ്റെ സങ്കല്പം ഒരുമിച്ച് മുന്നോട്ട് പോയത്. നിങ്ങൾക്കറിയാം, ഒരു ഭരണഘടന എഴുതി 1947 മുതൽ 50 വരെ ആൾക്കാർ ഇരുന്ന് ചർച്ച ചെയ്തിട്ട് ചിലവർ ആ കാലത്ത് പറഞ്ഞു, അല്ലോ പാകിസ്ഥാനിൽ സ്ഥാപിച്ചുവല്ലോ മുസ്ലിം ഭാരതീയർക്ക് വേണ്ടി, അതുകൊണ്ട് ഭാരതത്തിനെ ഒരു ഹിന്ദു രാഷ്ട്രമാക്കിക്കൂടെയെന്ന്. അതിൻ്റെ എതിരെ നിന്നത് മുസ്ലിംസ് മാത്രമായിരുന്നില്ല, എല്ലാ മതത്തിൻ്റെയും, പ്രത്യേകിച്ച് ഹിന്ദു മതവിശ്വാസികൾ നിന്ന് പറഞ്ഞു, ഒരിക്കലും ആവില്ല, ഞങ്ങളുടെ രാജ്യം എല്ലാവരെയും രാജ്യമായി കാണണം. അത് പ്രധാനപ്പെട്ട നേതാക്കളുടെ ഇടയിൽ മഹാത്മാഗാന്ധി തന്നെ. പക്ഷേ ജവഹർലാൽ നെഹ്റു, ഡോക്ടർ അംബേദ്കർ, മൗലാന ആസാദ്, ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, ഇവരെല്ലാവരും ഈ വിഷയത്തിൽ ഒരേ ഒരു അഭിപ്രായമായിരുന്നു. സർദാർ പട്ടേലും ഇതെന്നെ പറഞ്ഞത്, ഭാരതം ഒന്നായി കാണണം. അങ്ങനെയാണ് നമ്മുടെ ഭരണഘടനത്തിൽ മതേതരത്വത്തിൻ്റെ ഈ കോൺസെപ്റ്റ് വന്നത്. നമ്മൾക്കറിയാം, മതേതരത്വം എന്ന് പറഞ്ഞ വാക്ക് ഇപ്പോൾ ചില BJP-ക്കാർ തർക്കിക്കുന്നു, ഇത് 1976 മാത്രമേ ഉൾപ്പെടുത്തിയുള്ളൂ കോൺസ്റ്റിറ്റ്യൂഷനിൽ, മതേതരം വാക്ക് ആ ഒറിജിനൽ ഭരണഘടനത്തിൽ ഉണ്ടായിരുന്നില്ല എന്ന്. പക്ഷെ ഞാൻ പറയട്ടെ, നാളെ ഭൂരിപക്ഷം എടുത്തിട്ട് ഈ വാക്കിനെ മാറ്റിയാൽ കൂടി നമ്മളുടെ ഭരണഘടന ഒരു മതേതരത്വ ഭരണഘടനമാണ്. കാരണം ഈ ഭരണഘടന എഴുതിയിരിക്കുന്നത് നിങ്ങളുടെ ജാതി ഏതായാലും, നിങ്ങളുടെ മതം ഏതായാലും, നിങ്ങളുടെ ഭാഷ ഏതായാലും, നിങ്ങളുടെ സംസ്ഥാനം ഏതായാലും അതൊന്നും ഒരു പ്രശ്നമല്ല. നിങ്ങൾ ഭാരതീയ പൗരനാണെങ്കിൽ നിങ്ങൾക്ക് മറ്റേ എല്ലാ പൗരന്മാരെ പോലെ ഒരേ അവകാശത്തോടെ ഈ രാജ്യത്തിൽ ജീവിക്കാൻ സാധിക്കാം. അതാണ് ഭരണഘടനയുടെ സെൻട്രൽ കോൺസെപ്റ്റ്. ആർട്ടിക്കിൾ 25, 26, 27, 28 വായിച്ചാൽ എന്താ കാണുന്നത്? നമുക്ക് നമ്മുടെ സ്വന്തം മതം സ്വീകരിക്കാനും പ്രാക്ടീസ് ചെയ്യാനും നമുക്ക് അവകാശമുണ്ട്. നമ്മൾക്ക് നമ്മളുടെ ഇഷ്ടപ്രകാരം പ്രാർത്ഥിക്കാനുള്ള അവകാശമുണ്ട്. നമ്മൾ മറ്റേവരെ വിളിച്ച് ഒരുമിച്ച് നിർത്തി പ്രാർത്ഥിക്കാൻ നമുക്ക് അവകാശമുണ്ട്. നമുക്ക് നമ്മുടെ മതത്തിൻ്റെ ഗുണത്തിനെക്കുറിച്ച് അന്യനോട് പറയാനുള്ള നമുക്ക് അവകാശമുണ്ട്. അപ്പോൾ ഒരു വാക്കിനെ മാറ്റിയിട്ടല്ല നമ്മളുടെ ഭരണഘടന ഒരു സെക്യുലർ കോൺസ്റ്റിറ്റ്യൂഷൻ ആയിരിക്കുന്നത്. മതേതരത്വം നമ്മളുടെ ഭരണഘടനത്തിൻ്റെ സ്പിരിറ്റിലാണ്, അതിൻ്റെ ആത്മാവിലാണ്. അതിനെ ഒരിക്കലും മാറ്റാൻ സാധിക്കില്ല. അതൊക്കെ ചൂണ്ടിക്കാണിച്ചിട്ടാണ് ഞങ്ങളെല്ലാവരും സംസാരിച്ചത്. ഈ രാജ്യത്തിൻ്റെ ഭാവിക്ക് വേണ്ടി ഇപ്പോൾ നമ്മൾ കാണുന്നത് വലിയൊരു വെല്ലുവിളിയാണ്. നിങ്ങളെല്ലാവർക്കും അറിയാം, 10 വർഷക്കാലമായിട്ട് മതേതരത്വത്തിനെ ഒരു ഭാഗത്ത് മാറ്റി വെച്ചിട്ട് ഒരു ഹിന്ദു രാഷ്ട്രമാക്കാൻ വീണ്ടും ശ്രമിക്കുന്ന ഒരു സർക്കാരാണ് ഭരണത്തിൽ വന്നിരിക്കുന്നത്. അവരിപ്പോൾ നയിക്കുന്ന പ്രധാനമന്ത്രി, അദ്ദേഹത്തിന് ഒരു നാണക്കേടുമില്ലാതെ പുതിയ പാർലമെൻറ്റ് കെട്ടിടം കെട്ടുമ്പോൾ അതിൻ്റെ ഭൂമി പൂജ ചെയ്യാൻ അദ്ദേഹം തന്നെ ഇറങ്ങി. ഭരണഘടന വായിച്ചാൽ രാഷ്ട്രപതിയും MP-മാരുമാണ് പാർലമെൻറ്റ്, പ്രധാനമന്ത്രി എന്ന് വാക്കേ ഇല്ല അതിൽ. പക്ഷേ അദ്ദേഹമാണ് ഭൂമി പൂജ ചെയ്ത് രാഷ്ട്രപതി ദൂരമായി നിർത്തിച്ചു. പാർലമെൻറ്റ് കെട്ടിയ ശേഷം അതിൻ്റെ ഉദ്ഘാടനം അദ്ദേഹമാണ് ചെയ്തത്. അയോധ്യയിൽ ബാബറി മസ്ജിദിൻ്റെ സ്ഥാനത്തിൽ രാം ജന്മഭൂമി കെട്ടാൻ തീരുമാനിച്ചപ്പോൾ അദ്ദേഹമാണ് പോയിട്ട് അതിൻ്റെ പ്രാണപ്രതിഷ്ഠ ചെയ്തത്. ആദ്യത്തെ ഭൂമി പൂജ്യം അദ്ദേഹം ചെയ്തു, പ്രാണപ്രതിഷ്ഠ ചെയ്തു.
അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താണ്? ഒരു സർക്കാരിൻ്റെ ഒരു പ്രധാനമന്ത്രിക്ക് എന്ത് അടിസ്ഥാനത്തിലാണ് ഒരു മതത്തിൻ്റെ ഒരു റിലീജിയസ് പ്രാക്ടീസ് ചെയ്യാൻ? ആദ്യത്തെ 1951 നമ്മളുടെ സോംനാഥ് ക്ഷേത്രം, അത് 1000 വർഷം മുമ്പ് പൊളിച്ച ക്ഷേത്രത്തിനെ അവർ വീണ്ടും കെട്ടുമ്പോൾ ജവഹർലാൽ നെഹ്റു രാഷ്ട്രപതി അവിടെ പോകാൻ ആഗ്രഹിക്കണമെന്ന് കേട്ടപ്പോൾ പറഞ്ഞു, താങ്കൾ ഒരു പേഴ്സണൽ കപ്പാസിറ്റിയിൽ പോവാം, പക്ഷെ ഒരിക്കലും രാഷ്ട്രപതിയായിട്ട് പോകാൻ പാടില്ല. അങ്ങനെയാണ് നമ്മുടെ രാഷ്ട്രപതി പോയത്. പക്ഷേ ഇത് പ്രധാനമന്ത്രി പോയത് എന്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു എന്നാണ് നമുക്ക് ചോദിക്കുമ്പോൾ നേരിട്ടൊരു മറുപടി കിട്ടാത്തത്. അതുപോലെ തന്നെ ഭരണഘടനത്തിൻ്റെ എല്ലാ കാര്യത്തിലും അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്ത വ്യക്തിയാണ്. ആ വിശ്വാസം അദ്ദേഹം മറന്നു. അതോ ഈ സത്യപ്രതിജ്ഞയുടെ അർത്ഥമേ മാറ്റാൻ ശ്രമിക്കുന്നുണ്ടോ? ഇതൊക്കെ നമ്മൾക്ക് ചിന്തിക്കാനും ചോദിക്കാനുള്ള വിഷയങ്ങളാണ്. ഇന്ത്യ മുന്നണിയെക്കുറിച്ച് ബിനോയ് വിശ്വം ചില വാക്കുകൾ പറഞ്ഞു. ഞാൻ ഒരു കാര്യം മാത്രം പറയാം. ഞങ്ങളുടെ ഇടയിൽ ഓരോരോ സംസ്ഥാനത്തിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാം. പക്ഷേ ഒരു കാര്യത്തിൽ നമ്മളെല്ലാവരും ഒരേ അഭിപ്രായമാണ്. ഈ വിഷയത്തിൽ ഭാരതത്തിൽ എല്ലാ മതത്തിൻ്റെയും എല്ലാ ജാതിയുടെയും എല്ലാവരും ഒരുമിച്ച് നിൽക്കണം, അല്ലെങ്കിൽ നാട് നന്നാവില്ല. എല്ലാവരെയും അവകാശത്തിന് വേണ്ടി ഞങ്ങൾ വാദിക്കും. അത് നമ്മളുടെ സംഘർഷമാണ്. അതിനെ ഒരിക്കലും ആർക്കും വിട്ടുകൊടുക്കാൻ പാടില്ല. അതാണ് ഞങ്ങളുടെ വിശ്വാസം. അതുപോലെ തന്നെ ലോകം മുഴുവൻ നമ്മൾ കാണുന്ന ഓരോരോ കാര്യത്തിൽ ഞങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമില്ല. ഗാസയിൽ നടക്കുന്ന പാലസ്തീനിയൻ ജനങ്ങളുടെ എതിരുള്ള ആക്രമണങ്ങളും അന്യായങ്ങളും ഇപ്പോൾ 28,000 മരണമാണ് ക്രോസ് ചെയ്തിരിക്കുന്നത്. അതിൽ സ്ത്രീകൾ, കുഞ്ഞുങ്ങൾ, അവർ എണ്ണം കൂടി ശരിക്കും പറയാൻ ബുദ്ധിമുട്ടാണ്. പക്ഷെ 1000കണക്കിന് ചെറിയ കുഞ്ഞുങ്ങളാണ് മരിച്ചിരിക്കുന്നത്. ഇതെല്ലാം കാണുമ്പോൾ നമുക്ക് ഇതിൻ്റെ എതിര്, ഈ അന്യായത്തിനെതിരെ സംസാരിക്കാതിരിക്കാൻ സാധിക്കില്ല. നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. ഞാൻ വലിയ അഭിമാനത്തോടെ മുസ്ലിം ലീഗിൻ്റെ പാലസ്തീനിയൻ മനുഷ്യാവകാശ റാലിക്ക് വേണ്ടി അവർ നേരത്തെ ചെയ്തു. നമ്മളുടെ യുദ്ധം ആരംഭിച്ചിട്ട് കഷ്ടിച്ച് 2 ആഴ്ചയായിട്ട് 15 ദിവസമായിട്ടുണ്ടായിരുന്നുള്ളൂ. ആ സമയത്താണ് ലീഗ് ഈ വിഷയത്തെ ഏറ്റെടുത്ത് എത്ര ലക്ഷക്കണക്കിൻ്റെ ആൾക്കാർ കോഴിക്കോട് ബീച്ചിൽ വന്നിട്ട് ഈ വിഷയത്തിന് വേണ്ടി വാദിച്ചത്. ആ സമയത്ത് എനിക്ക് വലിയ അഭിമാനത്തോടെ ആ സമയത്തിന് ചൂണ്ടിക്കാണിക്കാൻ സാധിച്ചു, ഈ അന്യായങ്ങൾ അന്താരാഷ്ട്രീയ ഇൻ്റർനാഷണൽ ഹ്യൂമാനിറ്റേറിയൻ ലോയിൻ്റെ വിരുദ്ധമാണ്. ഇതിനെക്കുറിച്ച് യുദ്ധം നടത്തുമ്പോൾ കൂടി ജനീവ കൺവെൻഷൻ എന്ന് പറഞ്ഞ ചില നിയമങ്ങളുണ്ട്. ഇതിനെ ഒന്നും പാലിക്കാതെ അതിനെ ഇഷ്ടപ്രകാരം അവർ ചെയ്യണത് ശരിയല്ല. ഇതിൻ്റെ എതിരെ ഇന്ത്യ നിൽക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ വാക്കുകൾ ആ സമയത്ത് പ്രഖ്യാപിച്ചാൽ ഞാൻ ഇപ്പോഴും അതുമീതെ നിൽക്കുന്നു. നിങ്ങൾക്കറിയാം, ഈ കാര്യത്തിൽ അന്താരാഷ്ട്രീയ ചർച്ചകൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ദ ഹേഗ് എന്ന് പറഞ്ഞ നെതർലൻഡ്സ് രാജ്യത്തിൽ തലസ്ഥാനത്തിൽ അവിടെ ഒരു കോടതിയുണ്ട്, ഇൻ്റർനാഷണൽ ക്രിമിനൽ കോർട്ട്. അവിടെ സൗത്ത് ആഫ്രിക്ക രാജ്യം പോയിട്ട് ഇസ്രായേൽ ചെയ്യുന്നത് മനുഷ്യന്മാരെ കൊല്ലുന്ന ഒരു ജെനസൈഡാണ്, അതിൻ്റെ എതിരെ ആക്ഷൻ എടുക്കണമെന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ ഇന്ത്യൻ സർക്കാർ ഈ കാര്യത്തെക്കുറിച്ച് ഒന്നും പറയാനുണ്ടായിരുന്നില്ല എന്ന് ചെറിയൊരു നാണക്കേടാണ്. അതുപോലെ തന്നെ ഐക്യരാജ്യസഭയിൽ ജനറൽ അസംബ്ലി ആദ്യം ചർച്ച ചെയ്തിട്ട് സമാധാനം നിർബന്ധമാണ്, ഇസ്രായേൽ ഉടനെ നിർത്തണം എന്ന് പറഞ്ഞപ്പോൾ ഇന്ത്യ അബ്സ്റ്റെയിൻ ചെയ്ത്, പറഞ്ഞാൽ വോട്ട് ചെയ്തില്ല. ആ റെസൊല്യൂഷന് വേണ്ടിയിട്ടും റെസൊല്യൂഷന് എതിരായിട്ടും വോട്ട് ചെയ്തില്ല. മഹാത്മാഗാന്ധിയുടെ രാജ്യം സമാധാനത്തിന് വേണ്ടി വോട്ട് ചെയ്തില്ല എന്ന് പറയുന്നത് വലിയ ദുഃഖത്തിൻ്റെ ഒരു കാര്യമാണ്. ഞാൻ ആ സമയത്ത് അതിനെ വലിയൊരു വിഷയമുണ്ടാക്കി. രണ്ടാമത്തെ വോട്ട് വരുമ്പോൾ സർക്കാർ മിണ്ടാണ്ട് ഒരു ശബ്ദം ഉണ്ടാക്കാണ്ട് അവർ സ്റ്റാൻഡ് മാറ്റിയിട്ട് സമാധാനത്തിന് വേണ്ടി വോട്ട് ചെയ്തു. ഇടയിൽ എന്ത് സംഭവിച്ചിട്ടുണ്ടായിരുന്നു? അവർക്ക് ബോധ്യം വന്നു, അവർ ഗ്ലോബൽ സൗത്ത് പറഞ്ഞ ദക്ഷിണ രാജ്യങ്ങളുടെ ഒരു നേതൃത്വം കൊടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു രാജ്യം എങ്ങനെയാണ് ഒറ്റയ്ക്ക് പാലസ്തീനിയൻ അവകാശങ്ങളുടെ എതിരെ നിൽക്കാൻ സാധിക്കുക എന്ന് അത് മനസ്സിലാക്കിയിട്ടാണ് അവസാനത്ത് വന്നിരിക്കുന്നത്. ഭാരതം അങ്ങനെയാണ്. നമ്മൾക്ക് എല്ലാവർക്കും ജനങ്ങൾ അന്യായങ്ങൾ എവിടെ സംഭവിക്കുന്നുണ്ടെങ്കിലും എവിടെ സഹിക്കുന്നുണ്ടെങ്കിലും ജനങ്ങളൊപ്പം നിൽക്കാൻ നമ്മളുടെ കടമയാണ്. അത് നമ്മൾ ചെയ്യും, അത് നമ്മൾ ചെയ്യണം. എനിക്ക് ഈ BJPൻ്റെ രാഷ്ട്രീയത്തെക്കുറിച്ച് ഇനി കൂടുതൽ പറയാൻ ആവശ്യമില്ല. ശ്രീ ജയരാജനും ശ്രീ ബിനോയ് വിശ്വമും എല്ലാം ചൂണ്ടിക്കാണിച്ചു കഴിഞ്ഞ് നിങ്ങൾക്ക് ഇവരോരോരോ കാര്യങ്ങൾ ചെയ്യണത്. നമുക്ക് ഒരു കാര്യം നോക്കുമ്പോൾ ശരിക്ക് ഒരു ദേശീയ തെരഞ്ഞെടുപ്പുമാണ്. അതിൻ്റെ ഒപ്പം നമുക്ക് പറയാം 29 സംസ്ഥാന തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. കാരണം ഓരോരോ സംസ്ഥാനത്തിൽ കഥ വേറെയാണ്, യാഥാർത്ഥ്യം വേറെയാണ്. ഞാൻ ബിനോയിന് ഇന്ന് രാവിലെ തന്നെ പറയായിരുന്നു, കേരളത്തിൽ ഞങ്ങളും ലെഫ്റ്റ് ഫ്രണ്ടും ഒരിക്കലും ഒരുമിച്ച് നിന്നിട്ട് കേരളത്തിൽ സീറ്റ് വിതരണം ചെയ്യാൻ ഒരു സാധ്യതയില്ല. നമ്മൾ എതിരാളികൾ തന്നെയാണ്, അങ്ങനെ തന്നെ മത്സരിക്കും.
പക്ഷെ തൊട്ടടുത്ത തമിഴ്നാടിൽ CPIയും CPMും ലീഗും കോൺഗ്രസും DMKയും എല്ലാം ഒരുമിച്ചാണ്, അതിലൊരു തർക്കമില്ല. അപ്പോൾ ഓരോരോ സംസ്ഥാനത്തിൽ ഓരോരോ അനുഭവം, ഓരോരോ ചരിത്രം, ഓരോരോ രാഷ്ട്രീയം. അതാണ് ഭാരതത്തിൻ്റെ ശരിക്കും നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ മുഖചരിത്രം അങ്ങനെ തന്നെയാണ്. നമ്മുടെ പ്രകൃതി എങ്ങനെയാണ്, അതിന് മാറ്റാൻ സാധിക്കില്ല. ബംഗാളിലൊരു പക്ഷേ മമതാ ബാനർജി നമ്മളെ സഹകരിക്കില്ല എന്നായിരിക്കും. പക്ഷേ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് അവർ ഡൽഹിയിലെത്തുമ്പോൾ ഞാനിപ്പോൾ തന്നെ പറയാം, ഒരു സംശയമില്ല, അവർ ഒരു ഇന്ത്യ മുന്നണി സർക്കാരിന് സാധ്യതയുണ്ടെങ്കിൽ അവരുടെ പിന്തുണ നമ്മൾക്ക് തന്നെയായിരിക്കും. അങ്ങനെയാണ് നമ്മളെല്ലാവരുടെയും കാണേണ്ടത്. ഓരോരോ സംസ്ഥാനത്തിൽ ചിലവർക്ക് കോൺഗ്രസ് ശത്രുവായി കാണുന്നു, ചിലവർ കോൺഗ്രസിനെ ഒരു സഹോദര പാർട്ടിയായി കാണുന്നു. ഇവിടെ കേരളത്തിൽ 60 വർഷമായിട്ട് LDF UDF തർക്കം നടക്കുമ്പോൾ നമ്മൾക്ക് എങ്ങനെയാണ് പിന്നെ ഒരുമിച്ച് BJP ഇവിടെ വലിയൊരു ഫാക്ടറല്ല. അതുകൊണ്ട് ക്ഷമിക്കണം. അതുകൊണ്ട് എങ്ങനെയാണ് നമ്മൾ BJPക്ക് തോൽപ്പിക്കാൻ വേണ്ടി ഞങ്ങൾക്കൊരു അണ്ടർസ്റ്റാൻഡിങ് ചെയ്യണമെന്നൊരു വിശ്വാസം വരും. അങ്ങനെ വരില്ല. കാരണം ഇവിടെ BJP അഥവാ ഒരു 2ാം സ്ഥാനം എത്താൻ സാധിക്കുന്ന ഒരു സംസ്ഥാനമുണ്ടെങ്കിൽ അത് നമ്മുടെ സ്വന്തം തിരുവനന്തപുരത്ത് മാത്രമാണ്. പക്ഷേ എനിക്കൊരു സംശയവുമില്ല, നിങ്ങളെല്ലാവരും അനുഗ്രഹവും സഹായവും പ്രവർത്തനത്തിൻ്റെ ഒപ്പം അവരെ വീണ്ടും 2 അല്ല 3ാമത്തെ സ്ഥാനത്ത് നമുക്ക് ഇറക്കാൻ സാധിക്കും ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ. അതുകൊണ്ട് ഇവിടെ LDFും UDFും തർക്കിച്ചാൽ ഞാനിതിൽ വലിയ നഷ്ടം കാണുന്നില്ല. 2004 എന്ത് സംഭവിച്ചു? 2004 ലെഫ്റ്റ് ഫ്രണ്ട് ഞങ്ങളെ തകർത്തി. ഞങ്ങൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 19 സീറ്റ് എടുത്ത പോലെ 2004 18 സീറ്റ് LDF എടുത്തു. പക്ഷേ ഡൽഹി എത്തിയിട്ട് അവർ മൻമോഹൻ സിംഗിൻ്റെ UPA സർക്കാരിനെ പിന്തുണ കൊടുത്തുള്ളൂ. അതുകൊണ്ട് ദേശീയ രാഷ്ട്രീയത്തിൽ അവർ നമ്മളൊപ്പം ഉണ്ടാവും, ഞാൻ ഉറപ്പം പറയുന്നു. അത് ബിനോയിന് പറയാൻ ഇതുവരെ തോന്നിയിട്ടില്ലെങ്കിലും എനിക്കൊരു സംശയവുമില്ല, അദ്ദേഹം ദേശത്ത് വന്നാൽ നമ്മളെല്ലാവരും ഒരുമിച്ചിരിക്കും. പക്ഷേ അത് മാത്രമല്ല, ഞങ്ങളുടെ വിശ്വാസങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. ആ തവണയും ഒരു കോമൺ മിനിമം പ്രോഗ്രാം ഉണ്ടായിരുന്നു. ഈ തവണയും ഞങ്ങൾ ചില പോയിൻറ്റ്സിൽ അഗ്രിമെൻറ്റ് ചെയ്തിട്ടേ സർക്കാർ ഉണ്ടാക്കാൻ സാധിക്കുള്ളൂ. അതിൽ മതേതരത്വം ഒരു നോൺ നെഗോസിയബിൾ പ്രിൻസിപ്പിൾ, അതിന് മാറ്റം കൊണ്ടുവരാൻ സാധിക്കില്ല. അത് ഞങ്ങൾ ഉറപ്പമായിട്ട് ആര് വന്നാലും ഈ വിഷയത്തിൽ നമ്മളെല്ലാവർക്കും വേണ്ടി നിൽക്കണം. നമ്മളുടെ മുസ്ലിം സഹോദരന്മാർക്കും സഹോദരിമാർക്കും അവർ വീട്ടിൻ്റെ പുറകെ ബുൾഡോസർ കാണുമ്പോൾ അത് വെറും പാത കെട്ടാനാണ്, അവർ വീട്ടിനെ തള്ളാനല്ല എന്നൊരു ധൈര്യം അവർക്ക് തോന്നണം. ആ മനസ്സമാധാനം അവർക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇന്ത്യ അലയൻസിന് സർക്കാരിനെ വരേണ്ടി വരും. അതാണ് നിങ്ങൾക്ക് അറിയേണ്ടത്. അതുപോലെ തന്നെ ഞാനിപ്പോൾ ഞങ്ങളുടെ പ്രകടന പത്രിക എഴുതുന്ന ചെറിയൊരു കമ്മിറ്റിയിലത്തെ ഒരു അംഗമാണ്. ഞാൻ ഒരു കാര്യം ആവശ്യപ്പെട്ടിരിക്കുന്നത്, പ്രത്യേകിച്ച് നമ്മളുടെ ഈ BJP സർക്കാരിൻ്റെ കഴിഞ്ഞ 5 വർഷക്കാലം കൊണ്ടുവന്ന ചില അന്യായ നിയമങ്ങളെ നമ്മൾ പിൻവലിപ്പിക്കണം. അഥവാ നമ്മൾ ഭരണത്തിൽ വന്നാൽ ഈ CAA എന്ന് പറഞ്ഞ സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റ് ആക്ട് ആദ്യത്തെ തവണ നമ്മുടെ ചരിത്രത്തിൽ മതത്തിനെ, നമ്മളുടെ പൗരത്വത്തിനെ ഒരു ഫാക്ടറാക്കിയത്, അത് ഒരിക്കലും നമ്മൾ സഹിക്കാൻ സാധിക്കില്ല. അതിനെ മാറ്റണം, അതിനെ പിൻവലിക്കുന്നത് നിങ്ങൾ നിർബന്ധിക്കാൻ പോവുകയാണ്. അതുപോലെ തന്നെ നിങ്ങൾക്കറിയണം, UAPA ET ഇവിടെ ഇരിക്കുന്നത് ET മുഹമ്മദ് ബഷീറും ഞാനുമാണ്. ആ ബില്ലിനെ അവർ കൊണ്ടുവന്നപ്പോൾ ഞങ്ങൾ എതിരിച്ചത്, ഇതിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പാടില്ല ഞങ്ങൾ പറഞ്ഞപ്പോൾ ഞങ്ങൾ രണ്ടാൾക്കും പിന്നെ അവർ കേൾക്കാൻ തയ്യാറായിരുന്നില്ല. അവർ വലിയൊരു ഭൂരിപക്ഷമായിട്ടാണ് അവർ കൊണ്ടുവന്നത്. പക്ഷേ എന്താ അതിൻ്റെ എഫക്റ്റ്? ഇപ്പോൾ സിദ്ദീഖ് കാപ്പനെ പോലെ ഒരു പത്രപ്രവർത്തകനെ 2.5 വർഷക്കാലം ബെയിലില്ലാതെയും കോടതി കൊണ്ടുപോകാതെയും ചാർജും ട്രയലും ഒന്നുമില്ലാതെ ജയിലിലിടാൻ സാധിച്ചു. അതൊരു അന്യായമാണ്. അത് നമ്മളുടെ ഭരണഘടനയും നമ്മളുടെ മനുഷ്യാവകാശത്തിൻ്റെ വിരുദ്ധമാണ്. അതിനെയും പിൻവലിപ്പിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. അതിനുവേണ്ടി ലീഗും കോൺഗ്രസും ഒരുമിച്ച് നിൽക്കുന്ന എനിക്കൊരു സംശയവുമില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മൾ ഒരേ സ്റ്റാൻഡ് എടുത്തിട്ടാണ് മുന്നോട്ട് പോകേണ്ടത്. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ചില BJP സംസ്ഥാനങ്ങൾ ബുൾഡോസർ എടുത്തിട്ട് ഒരു കോടതി തീരുമാനമില്ലാതെ ചില മുസ്ലിം സഹോദരന്മാരുടെ വീടുകളെ പൊളിക്കുന്നത്? ഏത് നിയമമാണ് അവർക്ക് അതിൻ്റെ പെർമിഷൻ കൊടുത്തത്? പക്ഷേ 4-5 വർഷം കോടതി പോയ ശേഷം അവർക്ക് വല്ല കോമ്പൻസേഷൻ കിട്ടിയ വല്ല സന്തോഷമുണ്ട് വീട് നഷ്ടപ്പെട്ടവർക്ക്? ഇതെല്ലാം നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ചില മാറ്റങ്ങൾ കൊണ്ടുവന്നാൽ പറ്റുമെന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ ദീർഘമായി സംസാരിക്കില്ല എന്ന് പറഞ്ഞു, ദീർഘമായി സംസാരിച്ചു, എന്നെ ക്ഷമിക്കണം. പക്ഷെ നിങ്ങളെല്ലാവരും ഇവിടെ ഒരുമിച്ച് നിൽക്കുമ്പോൾ, കഴിഞ്ഞ തവണ ഞാൻ ഈ വേദിയിൽ നിന്നുണ്ടായിരുന്ന നിങ്ങളുടെ ലീഗ് ജില്ലാ കൺവെൻഷനായിരുന്നു. അതും എൻ്റെ ഓർമ്മയിൽ ശ്രീ സലാം ഉണ്ടായിരുന്നു. ആ ദിവസം ശ്രീ ഭീമപ്പള്ളി റഷീദ് നയിച്ച കൺവെൻഷനിൽ നിങ്ങളെല്ലാവരും
പിന്നെ എന്നെ സ്വീകരിച്ച് എന്നെ എല്ലാ വിധത്തിലും നിങ്ങളുടെ സ്നേഹം കാണിച്ച് ഞാൻ നന്ദി പറയുന്നു. ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ നമ്മൾ ശക്തമായി നിൽക്കണം. വലിയ വെല്ലുവിളികളുണ്ട് ഈ രാജ്യത്തിൽ. അതൊക്കെ ശ്രീ അഹമ്മദ് ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹം നമ്മളൊപ്പം ആത്മാർത്ഥത ഉണ്ടാകുമെന്ന് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ നല്ല പെരുമാറ്റത്തോടെ എല്ലാവരെയും കൂട്ടിക്കൊണ്ടുന്ന രാഷ്ട്രത്തോടെ നമ്മളെ മുന്നോട്ട് പോകാൻ പറയും. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഓർമ്മയിൽ ഒരിക്കലും കൂടി ഒരു സ്നേഹ പ്രണാമം പറഞ്ഞിട്ട് ഞാൻ എൻ്റെ വാക്ക് ചുരുക്കുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്.